ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഹലോ ഡെലേ. ഹലോ ഡെലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. കീപ് വാച്ചിങ് ഹലോ ഡെലേ ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ്സ് ഡൗൺ ദ റോഡ്. അയർലൻഡിലെ വിശേഷങ്ങൾ എന്ന് ഇതുവരെ കാണിച്ച പല അത്ഭുതങ്ങളുണ്ടെങ്കിലും അയർലൻഡിൽ ഇന്നത്തെ വിശേഷം ഞാൻ കാണിക്കാൻ പോകുന്ന ഇറ്റ്സ് വൺ ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് അയർലൻഡ് ആൻഡ് പ്രോബബ്ലി വൺ ഓഫ് ദ വണ്ടേഴ്സ് ഇൻ ദ വേൾഡ്. ലോക മഹാ അത്ഭുതങ്ങളിൽ ഒന്നായ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അയർലൻഡിൽ വന്ന് ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ലോക പ്രശസ്തമാണ്, ഭംഗിയാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്കാണ് ഇന്ന് എത്തിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ അയർലൻഡിലെ ക്ലിഫുകളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ക്ലിഫ്സ് എന്ന് പറഞ്ഞാൽ. ദ ക്ലിഫ്സ് ഓഫ് അയർലൻഡ് ആർ ഫാന്റാസ്റ്റിക് ആൻഡ് അമേസിംഗ്. എന്റെ പുറകിൽ നിങ്ങൾ കണ്ടോ, അതിസുന്ദരമായ ക്ലിഫുകളാണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് എൻജോയ് ദ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ദ ക്ലിഫ്സ് ഓഫ് അയർലൻഡ്. അയർലൻഡിലേക്ക് വന്നിറങ്ങുന്ന ഓരോ മനുഷ്യന്റെയും കാതുകളിൽ അയർലൻഡ് തന്നെ കാത്തുവച്ചൊരുമ്മ പോലെ അലയടിച്ചു വരുന്നൊരു നാദമുണ്ട്. അതാണ് അയർലൻഡിന്റെ സംഗീതം. ആ സംഗീതം തേടിയുള്ള യാത്രയാണിത്. അതാരംഭിക്കുന്നത് ഏതോ കാലത്ത് അയർലൻഡ് ഉരുവം കൊണ്ട അറ്റ്ലാന്റിക് എന്ന മഹാസമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നും അയർലൻഡിന്റെ ആകാശത്തേക്ക് ആവേശത്തോടെ ആഞ്ഞടിക്കുന്നൊരു കൊടും കാറ്റ് ഒന്ന് തല ചായ്ക്കാൻ ഈ മരതക ദ്വീപിലെ മരച്ചില്ലകളിലത്രയും ഒരിടം തേടുന്ന ശബ്ദമാണത്. നിലയ്ക്കാത്ത നാദമായ ഇവിടേക്ക് വരുന്ന ഓരോരുത്തരുടെയും കാതുകളിൽ അലയടിക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും അയർലൻഡിന്റെ ആകാശത്തേക്ക് ആഞ്ഞടിച്ച കൊടും കാറ്റിന്റെ സംഗീതത്തിനൊപ്പം അലയടിച്ചുയർന്ന അറ്റ്ലാന്റിക്കിന്റെ കടൽത്തിരകൾ സമ്മാനിച്ച മറ്റൊരത്ഭുതമാണത്. ലോകത്തിന്റെ മഹാത്ഭുതങ്ങളിൽ ഒന്നായ ഒന്ന്. മനോഹരമായ കടലിടുക്കുകൾ കൊണ്ട് അലങ്കരിച്ച അയർലൻഡിലെ ക്ലിഫുകൾ ആണവ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ വൈൽഡ് അറ്റ്ലാന്റിക് വേയെ പറ്റി. അതായത് അയർലൻഡിന്റെ പ്രകൃതി ഭംഗിയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് വൈൽഡ് അറ്റ്ലാന്റിക് വേ. അതായത് അയർലൻഡിന്റെ ഇടതുവശത്ത് ഭൂപടത്തിലോട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇടതുവശത്തുള്ള ആ മാപ്പിന്റെ മുകളിൽ മുതൽ താഴെ വരെയുള്ള ആ സൈഡിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിനോട് ചേർന്നാണ് ദ്വീപ് കിടക്കുന്നത്. അതിനോട് ചേർന്ന് ഒരു 2500 കിലോമീറ്റർ മുകളിൽ നിന്ന് താഴെ വരെ വൈൽഡ് അറ്റ്ലാന്റിക് വേ ആണ്. ആ പോകുന്ന റൂട്ടിലാണ് ഈ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുന്നത്. ഇവിടുത്തെ ഭംഗി ഈ വൈൽഡ് എന്നുള്ള ആ പദത്തിന് അനുയോജ്യമായിട്ട് തന്നെ ഒരു വന്യമായ ഭംഗിയാണത്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ പേടി തോന്നും. ഇവിടെ വന്ന് നമ്മൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആ കടലിന്റെ വന്യത അത് മറ്റൊന്നാണ്. എനിക്ക് തോന്നുന്നില്ല ഈ പ്രകൃതിയിൽ ഈ ഭംഗിക്ക് പകരം നിൽക്കാൻ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന്. അയർലൻഡിലെ കാഴ്ചകൾക്ക് ഒരു ഉത്സവം തീർക്കുന്നൊരിടം ഉണ്ടെങ്കിൽ അതിവിടെയാണ്. ഇത്രയേറെ മാന്ത്രികതയും കാന്തികതയും ഉള്ള മറ്റൊരിടം അയർലൻഡിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അയർലൻഡിന്റെ ക്യാൻവാസിൽ പ്രകൃതി വരച്ചു ചേർത്തൊരു വർണ്ണചിത്രമാണ് ഇവിടുത്തെ ക്ലിഫുകൾ. വർഷങ്ങളുടെ കണക്കുകൾ കൊണ്ടോ വാക്കുകളുടെ വാചാലതകൾ കൊണ്ടോ വർണ്ണിക്കാനാവാത്ത വിധം വളർന്ന് വലുതായി നിൽക്കുന്നു. നീലാകാശത്തിനും നീലക്കടലിനും മധ്യേ മരതകം പോലെ തിളങ്ങുന്ന ഈ മലയിടുക്കുകൾ ഉണ്ടായതിന് ശാസ്ത്രീയമായ സത്യങ്ങൾ ഉണ്ടാവാം. എന്നിരുന്നാലും ഇവിടേക്ക് വരുന്ന ഓരോ സഞ്ചാരിക്കും അത് വിശ്വസിക്കാൻ ഒട്ടുമേ ഇഷ്ടമുണ്ടാവില്ല. കീഴ്ക്കാം തൂക്കായ ഈ മലമടക്കുകളെ നോക്കി നിൽക്കുന്ന ഓരോ നിമിഷത്തിലും അവരവരുടെ ഭാവനയിൽ കാണാനായിരിക്കും അവർക്കതിനെ ഇഷ്ടമാവുക. അനേകായിരം വർഷങ്ങൾ തൻ്റെ ഉദരത്തിൽ അയർലൻഡിനെ പേര് നടന്ന് പ്രസവിച്ച അറ്റ്ലാന്റിക് സമുദ്രം തൻ്റെ കുഞ്ഞിനോട് തീരാത്ത വാത്സല്യമായി വന്ന് കൊതിയോടെ വയ്ക്കുന്ന ഉമ്മയാകാം ഈ മലമടക്കുകളുടെ സൗന്ദര്യം. അല്ലെങ്കിൽ ആരാരും കാണാതെയും കേൾക്കാതെയും പോയ ഒരു പ്രണയമാവാം അത്. ഓരോ തിരയും തിരയുന്ന കരയോടുള്ള പ്രണയം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നഷ്ടപ്പെടലുകളുടേതാവാം.
അങ്ങനെ ഈ കാഴ്ചകൾ കാണുന്നവരുടെ ഉള്ളിൽ അത് അനന്തമായി അങ്ങനെ നീളും. അയർലൻഡിലെ ക്ലിഫുകൾ വേൾഡ് ഫേമസ് ആണ്. അതിൽ ക്ലിഫ്സ് ഓഫ് മോഹർ എന്ന് പറയുന്നതാണ് ആക്ച്വലി വൺ ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ 50 വണ്ടറുകളിൽ ഒന്നാണ് ക്ലിഫ്സ് ഓഫ് മോഹർ. അത് ഈ പ്രദേശത്ത് നിന്ന് ഒരുപാട് ദൂരമില്ല, ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ എത്തും. അതൊരു വേൾഡ് ഹെറിറ്റേജ് ടൂറിസം ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, അതിനേക്കാളും ഭയാനകവും അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനോടൊത്ത് കിടപിടിക്കുന്ന ഒരുപക്ഷെ അതിനേക്കാളും മുകളിൽ ബ്യൂട്ടിഫുൾ ആയ ക്ലിഫ്സുകളാണ് ഈ പ്രദേശത്തുള്ളത്. ഒരുപാട് പേർക്ക് ഇവിടെ ഉള്ളവർക്ക് പോലും ഇത് അറിയാൻ മേലായിരിക്കും. ഇവിടെ ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ഒന്നുമല്ല. നമുക്ക് ആ ക്ലിഫുകളുടെ മുനമ്പിലേക്കൊക്കെ പോയി നിൽക്കാം. പക്ഷേ അപകടകരമാണ്. ഒരിക്കലും ഇത് കാണുന്നവരോട് ഞാൻ പറയുന്നു, നാളെ നിങ്ങൾ ഇവിടെ വന്ന് ഇതിന് ശ്രമിക്കുകയാണെങ്കിൽ ബി വാച്ച്ഫുൾ ആൻഡ് കെയർഫുൾ. ഇതിൻ്റെ അറ്റത്തേക്കൊന്നും പോകരുത്. വളരെ സ്ലിപ്പറിയാണ്. 300 അടി 400 അടി ഉയരമുള്ള ക്ലിഫുകളാണ് ഇതൊക്കെ. അഗാധത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയണ്ടല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് വൈൽഡ്. ആ വൈൽഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ എല്ലാ തരത്തിലും അർത്ഥം ഉൾക്കൊണ്ടാണ് ഈ ഭംഗി കിടക്കുന്നത്. അയർലൻഡ് എന്ന് പറയുന്ന കൊച്ചു ദ്വീപിന്റെ ഏറ്റവും അറ്റത്ത് വെസ്റ്റ് കോസ്റ്റിൽ ഇങ്ങ് താഴെ ഏറ്റവും മുനമ്പിൽ അറ്റ്ലാന്റിക് സമുദ്രത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മുനമ്പിൽ ഞാൻ വന്നു നിൽക്കുകയാണ്. ലൂപ്പ് ഹെഡ് എന്നാണ് ഈ പോയിന്റിന്റെ പേര്. ഇനി ഇവിടുന്ന് കിലോമീറ്ററുകൾക്കും മൈലുകൾക്കും അപ്പുറം അറ്റ്ലാന്റിക് സമുദ്രം മാത്രം. നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അത് ചെന്ന് മുട്ടുന്നത് ന്യൂയോർക്കിലാണ്. മനോഹരമായ, ഇത് മനോഹരം എന്നുള്ള വാക്ക് പോരാ ഇവിടുത്തെ ഈ കാഴ്ചകൾ വർണ്ണിക്കാനായിട്ട്. കോടമഞ്ഞിറങ്ങി വരുന്നൊരു താഴ്വര, ആട്ടിൻപറ്റങ്ങൾ മേയുന്നൊരു പുൽമേട്, അതിനെ ചുറ്റി സ്വച്ഛമായി ഒഴുകുന്നൊരു പുഴ, അതിനിരുവശവും ഇലമൂടി പൂത്തുലഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, കണ്ണിനെയും കരളിനെയും ഒരുപോലെ കുളിരണിയിക്കുന്ന കാഴ്ചകൾ ആണിതൊക്കെ. പ്രകൃതി അതിൻ്റെ ഏറ്റവും ആർദ്രതയിൽ തന്നെ അണിച്ചൊരുക്കിയതാണിതൊക്കെ. ഭൂമിയുണ്ടായ കാലം മുതൽ ഈ ലോകം തെറ്റിദ്ധരിച്ചു പോയ ഒന്നാണ് പ്രകൃതി സൗന്ദര്യം എന്ന ആർദ്രത. എന്നാൽ ആർദ്രത എന്ന സൗന്ദര്യത്തിന് മുകളിൽ നിൽക്കുന്ന ഒന്ന് ഈ ഭൂമിയിലുണ്ട്. അതിൻ്റെ പേരാണ് വന്യത. ഈ വന്യതയെ മുഴുവൻ തൻ്റെ മാറിൽ വാരിപ്പിടിച്ചു നിൽക്കുന്നൊരിടമുണ്ട് ഇവിടെ അയർലൻഡിൽ. അവിടെയാണ് പ്രകൃതി ഇന്നോളം അണിയിച്ചൊരുക്കിയിരിക്കുന്ന മഹാത്ഭുതങ്ങളിലൊന്നായ അയർലൻഡിലെ ക്ലിഫുകൾ നിലകൊള്ളുന്നത്. ആ മലയിടുക്കുകൾക്കും 100 കണക്കിന് അടികൾക്ക് താഴെ തിളച്ചു മറിയുന്ന അറ്റ്ലാന്റിക്കിന്റെ നീരപ്പരപ്പുകളാണത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറച്ച് കല്ലിന് മുകളിലാണ്. ഇത് ഓരോ അക്ഷരങ്ങളാണ്. 4 അക്ഷരങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ലൂപ്പ് ഹെഡ് പെനിൻസുലയിൽ, ഈ അയർലൻഡിന്റെ ദ്വീപിന്റെ അങ്ങേ അറ്റത്ത് കോണിൽ ആ 4 അക്ഷരങ്ങൾ EIRE എന്നാണ്, എയർ. അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. അതായത് 2ാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനിയും ഇംഗ്ലണ്ടുമായി യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ ജർമ്മനിയുടെ ഫൈറ്റർ പ്ലെയിനുകളെല്ലാം ഈ ആകാശത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇംഗ്ലണ്ട് ആണെന്ന് അല്ലെങ്കിൽ UK ആണെന്ന് തെറ്റിദ്ധരിച്ച് ഇങ്ങോട്ട് ആക്രമണം വരാതിരിക്കാൻ വേണ്ടി അയർലൻഡ് ആണിത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് EIRE എന്ന് വലിയ കൂറ്റൻ കല്ലുകൾ കൊണ്ട്, അതായത് ഇത് ലൈറ്റ് അടിച്ചാൽ പ്രതിഫലിക്കുന്ന കല്ലുകളാണ്, വെള്ളാരം കല്ലുകൾ എന്ന് പറയുന്ന പോലത്തെ കല്ലുകൾ അവരിവിടെ വെച്ചിരിക്കുന്നത്. അതിവിടെ ഇരുന്ന് പിന്നീട് അത് സ്വാതന്ത്ര്യം എല്ലാം കിട്ടി, യുദ്ധം എല്ലാം കഴിഞ്ഞു, വർഷങ്ങൾ പോയി, അയർലൻഡ് സ്വന്തമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഓർമ്മകൾ എന്നും നശിക്കാതിരിക്കാനായിട്ട് ഇന്നും അത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ താഴെ കാണുന്ന ഇതുപോലെയുള്ള ആ പ്രദേശങ്ങൾക്ക് പറയുന്ന പൊള്ളോക്ക് ഹോൾസ് എന്നാണ്. അതായത് പൊള്ളോക്ക് ഹോൾസ്, അതായത് ഇതുപോലെയുള്ള കൂറ്റൻ ക്ലിഫുകൾ കാലക്രമേണ ഈ കടലിലെ തിര അടിച്ചടിച്ചടിച്ചടിച്ച് അതിനൊരു ഗ്യാപ്പ് ഉണ്ടായി. കണ്ടില്ലേ, ഇതുപോലത്തെ ഗ്യാപ്പ് ഉണ്ടായി
ഗ്യാപ്പ് ഉണ്ടായി വന്ന് അതൊരു സ്വിമ്മിംഗ് പൂള് പോലെ ആയി കിടക്കുകയാണ്. ലോ ടൈഡിന്റെ സമയത്ത്, കടൽ ശാന്തമായിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ പടികളിൽ കൂടി ഇറങ്ങിപ്പോയി ആളുകൾക്ക് ഇവിടെ വന്ന് കുളിക്കാം. ഇവിടുന്ന് എടുത്ത് ചാടുന്നവരൊക്കെ ഉണ്ട്. ഭയങ്കരമായ അപകടം പിടിച്ച പ്രദേശമാണ്. വളരെ സൂക്ഷിച്ച് ഇവിടെ വരികയും നിൽക്കുകയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പൊള്ളോക്ക് ഹോൾസ് എന്ന് പറയുന്ന ഇത് അയർലൻഡിൽ ആകെ 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതിലൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇത് മനുഷ്യൻ വിചാരിച്ചാൽ നിർമ്മിക്കാൻ സാധിക്കത്തില്ല. പ്രകൃതിയുടെ വരദാനമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന നിങ്ങൾ പുറകിൽ കാണുന്നതിനാണ് ബ്രിഡ്ജസ് ഓഫ് റോസ് എന്ന് പറയുന്നത്. അതായത് റോസ് എന്നൊരു പ്രദേശമാണിത്. ഇവിടുത്തെ ഒരു പാലമാണ്. മനുഷ്യൻ പണിത പാലമൊന്നുമല്ല ഇത്. ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഒരു കോണിൽ പാറയിടുക്കൾക്കിടയിൽ കടല് വന്ന് അടിച്ചടിച്ചടിച്ചടിച്ച് അതിനിടയ്ക്കൂടെ ഒരു തുളയുണ്ടായി, അല്ലെ കുഴിയുണ്ടായി, അങ്ങനെ ഒരു പാലമായി മാറിയതാണ്. ഈ ഒരു പാലം ഒരുപക്ഷെ ലോകത്തിൽ വേറെ ഒരിടത്തും കാണാൻ സാധിക്കില്ല. 100 കണക്കിന് ആൾക്കാരാണ് ഇത് കാണാനായിട്ട് ഇവിടെ എത്തുന്നത്. ഇത് ഒരു ഭയങ്കരമായ ഒരു പ്രക്രിയയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറ ഒരു വലിയ പാറയായിരുന്നു. അത് വർഷങ്ങളോളം കടലിന്റെ ആഘാതത്തിൽ, അല്ലെ വന്യമായ കടലിന്റെ പ്രഹരമേറ്റ് അതൊരു പാലമായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ദ ബ്രിഡ്ജസ് ഓഫ് റോസ്. ഈ പ്രപഞ്ചത്തിൽ ഉള്ളതൊക്കെയും പ്രകൃതി നിർമ്മിച്ചതാണ്. അതിനൊക്കെയും രൂപമാറ്റം വരുത്താനേ മനുഷ്യന് ഇന്നോളം കഴിഞ്ഞിട്ടുള്ളൂ. ഇക്കാലം അത്രയും മനുഷ്യനെ അതിനും അനുവദിക്കാതെ പ്രകൃതി കാത്തു സൂക്ഷിക്കുന്ന അതിൻ്റെ തന്നെ സ്വന്തമാണ് ഈ കീഴ്ക്കാം തൂക്കായ മലയിടുക്കുകൾ. അതിൽ തന്നെ പ്രകൃതി അതിമനോഹരമായി അലങ്കരിച്ചു വെക്കുന്ന മറ്റനേകം അത്ഭുതങ്ങളുണ്ട്. അതിലൊന്നാണ് ബ്രിഡ്ജസ് ഓഫ് റോസ് എന്ന പാലം. അയർലൻഡിന്റെ ക്ലിഫുകളിൽ അനേകായിരം വർഷങ്ങൾ കൊണ്ട് അറ്റ്ലാന്റിക്കിന്റെ തിരകൾ നിർമ്മിച്ച അത്ഭുത പാലം. പ്രകൃതിയാണ് ഏറ്റവും വലിയ എഞ്ചിനീയർ എന്ന് അയർലൻഡിനെ കൊണ്ട് ഈ ലോകത്തോട് വിളിച്ചു പറയിപ്പിച്ച അത്ഭുതം ആണ് ബ്രിഡ്ജസ് ഓഫ് റോസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഭൂമിയിലെ മറ്റൊരു പ്രതിഭാസത്തിന് മുമ്പിലാണ്. അതായത് ഈ അയർലൻഡിൽ ഇവിടെ മാത്രമേ ഉള്ളൂ, ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാമല്ല. പൊള്ളോക്ക് ഹോൾസ് എന്നാണ് അത് പറയുന്നത്. അതായത് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഇതൊരു ക്ലിഫിന്റെ മുനമ്പിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. താഴെ ഇറങ്ങി നിൽക്കുവാണ്. ഈ താഴെ 3 കുഴികൾ, കുളങ്ങൾ പോലെ തന്നെത്താനെ പാറയിൽ നിന്ന് ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പം നമുക്കത് കാണാൻ സാധിക്കില്ല. കാരണം ഹൈ ടൈഡ്, വേലികയറ്റം കയറി തിര അടിച്ചു കയറുന്നതോട് നിങ്ങൾക്ക് കാണാം. ആ കടലിലെ രൗദ്രത നിങ്ങൾക്ക് കാണാം. അത് കയറിയിരിക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 പൊങ്ങിയിരിക്കുന്ന പാറകൾ കാണാം. അത് 3 കുഴിയാണ്. 15 അടി 20 അടിയോളം താഴ്ചയുള്ള 3 കുഴികളാണ്. അപ്പം വേലിയിറക്കത്തിന്റെ സമയത്ത്, തിരകളില്ലാത്ത സമയത്ത്, സമ്മർ സമയത്ത് വെള്ളം അങ്ങ് ഇറങ്ങിപ്പോയി അതൊരു സ്വിമ്മിംഗ് പൂള് പോലെ ആവും. ക്ലിയർ വാട്ടർ ആണ്. അപ്പം ഈ വെയിലടിച്ചു കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് അത്യാവശ്യം ചൂടുള്ള വെള്ളമാവും. ഇവിടെയുള്ള ആളുകളെല്ലാം വന്ന് അതിനകത്ത് കുളിക്കാനായിട്ട് ഉപയോഗിക്കും. വെള്ളം ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കും, ഇറങ്ങിപ്പോകും. പക്ഷെ നല്ല രസമാണത്. ആ ഒരു പ്രക്രിയ ഈ സമയത്ത് പറ്റത്തില്ല. കാരണം ഇത് വിന്ററാണ്, ഹൈ ടൈഡിന്റെ സമയമാണ്. അതുപോലെ പൊള്ളോക്ക് എന്ന് പറയുന്ന ഇനത്തിലുള്ള മീനുകൾ ആ കുളത്തിൽ ആ സമയത്ത് കാണും. അങ്ങനെയാണ് അതിന് പൊള്ളോക്ക് ഹോൾസ് എന്ന് പേര് വന്നത്. വേലിയേറ്റങ്ങൾ കൊണ്ട് തീർത്ത അത്ഭുതങ്ങൾ മാത്രമല്ല ഇവിടെയുള്ളത്. ഓരോ വേലിയേറ്റത്തിലും വന്നലച്ച കടലിന്റെ കണ്ണീരുപ്പിൽ ഉറഞ്ഞു പോയ പാറക്കെട്ടുകൾ ഉരുവം ചെയ്ത കുഴികളിലത്രയും ആ പാറക്കെട്ടുകൾ ആ കടലിനെയും അതിൻ്റെ കണ്ണീർ തുള്ളികളെയും ചേർത്തു വെച്ചു. വേലിയിറക്കങ്ങളിൽ അത് പിന്നെ തണ്ണീർ തടാകങ്ങളായി എന്നും അവിടെ നിലകൊണ്ടു. ഇവിടേക്ക് വരുന്നവർക്ക് ഒരു അത്ഭുതമായും. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടാണ്. അങ്ങനെ ഞാൻ പറയില്ല. പക്ഷെങ്കിൽ അയർലൻഡിലെ പ്രകൃതി ഭംഗിയുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്റെ പിന്നിൽ കാണുന്ന ഈ വന്യ സൗന്ദര്യം അതൊരു സ്വർഗമായി തന്നെ കാണേണ്ടി വരും. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഒരു കോണിൽ
ഈ ഭൂമിയുടെ ഒരു അറ്റത്ത് എന്ന് പറയുന്നത് പോലെ ആ ഒരു ക്ലിഫിന്റെ ഏറ്റവും അടിയിലേക്ക് ഞാൻ ഇറങ്ങി. എന്റെ പിന്നിൽ നോക്കത്താ ദൂരത്ത് അറ്റ്ലാന്റിക് സമുദ്രം അതിന്റെ വന്യഭാവത്തിൽ നിൽക്കുന്നു. വനങ്ങൾ എന്നും വന്യതയുടെ അടയാളമായാണ് കണക്കാക്കുന്നത്. എന്നാൽ വനത്തിലേക്ക് പോയി തിരിച്ചു വരുന്ന ഓരോരുത്തരും പുതിയൊരാളായാണ് തിരിച്ചു വരുന്നത്. ജീവിതം അത്രയൊന്നും സങ്കീർണമല്ല എന്ന തിരിച്ചറിവോടെയാണ് അവർ തിരിച്ചു വരുന്നത്. അയർലൻഡിലെ ക്ലിഫുകളും അതിനെ പേറുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വന്യതയും അത്തരം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടേക്ക് വരുന്ന ഓരോരുത്തരോടും പറയാതെ പറയുന്നത്.